മാത്യു കുഴൽനാടൻ വീണ്ടും ചർച്ചയാകുന്നത് അദ്ദേഹം ഇതിൻ്റെ പുറകെ കുറച്ച് നടന്നാണല്ലോ. അതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയ ഒരാളുമാണ്. വിമർശനങ്ങളും ആക്രമണങ്ങളും ഒക്കെ സൈബർ ഇടത്തിലൊക്കെ വലിയ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയ ആളാണ്. അദ്ദേഹത്തിനെതിരെ കേസുകളുണ്ടായി. ഇതൊക്കെ ഏറ്റുവാങ്ങിയ ഒരാളാണ്. അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ സ്ഥലവുമെല്ലാം അളന്ന് പരിശോധിക്കുന്നു. അങ്ങനെ പല നടപടികളും ഇതിലുണ്ടായിരുന്നു. പുതിയൊരു രാഷ്ട്രീയ കളം ബിനോയ് ഇപ്പൊ പറഞ്ഞ കേന്ദ്ര സർക്കാർ ഇത് വിടാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ എന്ന് ബിനോയ് പറയുകയുണ്ടായി. അതിൽ നിന്നാണ് നമുക്ക് ഇനി അടുത്ത കാര്യങ്ങൾ പറയേണ്ടതെന്ന് തോന്നുന്നു. കാരണം ഇത് ഈ പറഞ്ഞതുപോലെ എളുപ്പത്തിൽ വാർത്തകളിൽ നിന്ന് മായാൻ പറ്റുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം 4 മാസത്തിനകം തെരഞ്ഞെടുപ്പ് വരികയാണ്. തെരഞ്ഞെടുപ്പ് മാത്രമല്ല, 4 മാസത്തിനകം ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 4 മാസം കൊണ്ട് ഈ അന്വേഷണം പൂർത്തിയാകണം. അന്വേഷണം കാലങ്ങളോളം നീണ്ടുപോകില്ല. ഇനി അത് കാലപരിധി വർദ്ധിപ്പിച്ചു കൊടുക്കാമോ എന്നൊന്നും നമുക്കറിയില്ല. ഇപ്പോഴുള്ള ഉത്തരവനുസരിച്ച് 4 മാസത്തിനകം അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ നേരത്തെ മാറ്റിവെച്ചൊരു പോയിന്റ്. കേന്ദ്ര സർക്കാരിൻ്റെ പല ഏജൻസികളും 4ഓളം ഏജൻസികൾ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പല കേസുകളും അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എവിടെ എത്തി? ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ, ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയെ കുരുക്കിലാക്കാൻ, മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കാൻ, CPM-നെ പ്രതിരോധത്തിലാക്കാൻ വീണ്ടും ഒരു അന്വേഷണം വരുന്നു. അതിനെ ആ അർത്ഥത്തിൽ തന്നെ ആയിരിക്കും അവരും കാണുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇന്നുവരെ ഒരു അന്വേഷണവും ഫലത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് അത് പറഞ്ഞ് തന്നെ പിണറായി വിജയൻ നിൽക്കുകയും ചെയ്യാം. ഇവരൊക്കെ അന്വേഷിച്ചിട്ട് എന്തായി എന്ന് അദ്ദേഹത്തിന് ചോദിക്കുകയും ചെയ്യാം. എന്തായി സ്വർണ്ണക്കടത്ത് അന്വേഷിച്ചു, എന്തായി അത് അദ്ദേഹത്തിന് ചോദിക്കാം. അതിനു മുന്നേ പ്രതിപക്ഷം ഒരു മുഴം മുന്നേ നീട്ടിയെറിഞ്ഞിട്ടുണ്ട്. കാരണം ഇത് സർക്കാരിനെയും മുഖ്യമന്ത്രിയും ഒക്കെ വളരെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഭവമാണെങ്കിൽ പോലും ആ ഒരു ആവേശം ഒന്നും തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെയോ മറ്റ് കോൺഗ്രസ് നേതാക്കളുടെയോ വാക്കുകളിലില്ല. അവരെല്ലാം മുൻകൂട്ടി പറയുന്നത് ഇതാണ്: ഈ അന്വേഷണം കാര്യമായിട്ട് എവിടെയും എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇതിനു മുമ്പും ഇതുപോലെ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പല ആരോപണങ്ങൾക്കെതിരെയും അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതൊന്നും എവിടെയും എത്തില്ല. ഇത് മുഖ്യമന്ത്രിയെ ഒന്ന് ഭയപ്പെടുത്താനുള്ള BJP സർക്കാരിൻ്റെ ശ്രമമാണ്, ഭയപ്പെടുത്തി വരുതിയിലാക്കാൻ. അത് അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇവർ തമ്മിലുള്ള ഒരു അന്തർധാര സജീവമാക്കുന്നതിന്. അതിനപ്പുറം ഒന്നുകൂടി കടത്തി പറഞ്ഞത് തൃശ്ശൂരിൽ BJP-യെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതൊന്നും ഫലം ചെയ്യില്ല എന്ന വിമർശനമാണ് പ്രതിപക്ഷത്തിനുള്ളത്. എന്തായാലും നമുക്ക് ആദ്യം പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം കാണാം. ഈ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതിനെ കുറിച്ച് അത് അവസാനം എന്ത് സംഭവിക്കും എന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ നടക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പോലെ അവസാനിക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു, ഞങ്ങൾ സംശയിക്കുന്നു. കരുവന്നൂരിലെ ED അന്വേഷണം എവിടെ പോയി? കരുവന്നൂരിലെ ED അന്വേഷണം തൃശ്ശൂർ പാർലമെൻറ്റിൽ BJP-ക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായി മാറുകയാണോ എന്ന് ഞങ്ങൾ നേരത്തെ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരണയിലേക്ക് CPM-ഉം BJP-യും പോവുകയാണ്. കേന്ദ്ര ഏജൻസികളെ കൊണ്ടുവന്ന് അന്വേഷിപ്പിച്ച് അവസാനം രാഷ്ട്രീയമായ അവിഹിതമായ ബന്ധത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറിയതുപോലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മാറാനുള്ള ശ്രമമാണോ എന്ന് ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും. എന്തായാലും കേരളത്തിലെ CPM-ഉം സംഘപരിവാർ ശക്തികളുമായി ഒരു അവിഹിതമായ ബന്ധമുണ്ട്. അത് SNC ലാവ്ലിൻ കേസിലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലും കരുവന്നൂരിലെ ED കേസിലും ഞങ്ങൾ കണ്ടതാണ്. അത് തന്നെയാണോ മാസപ്പടി കേസിൽ ആവർത്തിക്കാൻ പോകുന്നത് എന്ന് ഞങ്ങൾ നിരീക്ഷിക്കും, സൂക്ഷ്മമായി നിരീക്ഷിക്കും. സ്വർണ്ണക്കടത്ത് കേസ്, ലൈഫ് മിഷൻ കേസ്, ലാവ്ലിൻ കേസും പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി. കരുവന്നൂരിലെ ബാങ്ക് തട്ടിപ്പിലെ ED അന്വേഷണം, ഇതൊക്കെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇതിൻ്റെ ഒന്നും അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുന്നേ ആയിരുന്നു ഈ സ്വർണ്ണക്കടത്തും ലൈഫ് മിഷനും ഒക്കെ കത്തി നിന്നതും അന്വേഷണം കൊടുമ്പിരിക്കൊണ്ടതും. പക്ഷേ ആ അന്വേഷണമൊക്കെ എവിടെ എത്തി? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.